ഇന്നൊരു മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ. ദാ ഇതേപോലെ ഇരുന്നിട്ടുണ്ടായിനി നമ്മളെ മേശനെ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് മൊഞ്ചനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ പെയിൻറ്റും പണിക്കാരൻ വന്നിട്ട് പണി തുടങ്ങിയിരിക്കണേ. പെയിൻറ്റും പണിക്കാരൻ സിഗരറ്റ് അല്ല കേട്ടോ ആ വായിലുള്ളത്, കോൽമുട്ടായിയാണ്. കോൽമുട്ടായിയൊക്കെ തിന്നണ വളരെ പ്രായം കുറഞ്ഞ പെയിൻറ്റും പണിക്കാരനെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പെയിൻറ്റിങ്ങിലൊക്കെ ഉള്ള എൻ്റെ കഴിവ് തെളിയിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഞാൻ. പക്ഷേ എൻ്റെ കഴിവ് ആദ്യം തെളിയിച്ചിട്ട് നിങ്ങൾക്ക് തെളിയിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓനാണ് പെയിൻ്റ് അടിച്ച് തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടിട്ടുണ്ടേനിയെ. അത് കഴിഞ്ഞ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ടും അടിച്ചിട്ടുണ്ടേനി കേട്ടോ. പെയിൻറ്റ് പണിക്കാരൻ്റെ കുട്ടിത്തം മാറിയിട്ടില്ല, അത് ആ ഷീറ്റുമ്പോൾ കാണാനുണ്ട്. ആ ബ്രഷ് ആയ്മ വെച്ച് വലിച്ച് ആകെ കൊളാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പം അടിച്ചതൊക്കെ റെഡി ആകണ്ടോന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ നോക്കണുണ്ടേനി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ട് അടിച്ചാൽ നമ്മൾ പെയിൻറ്റിങ്ങാരന് ഭയങ്കര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സെക്കൻഡ് കോട്ട് കുഞ്ഞുട്ടിയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ പെയിൻറ്റും പണിക്കാരനെ പെയിൻ്റൊക്കെ അടിച്ചതല്ലേ, അപ്പോൾ നമ്മൾ ഫുഡും കൊടുക്കണ്ടേ. അപ്പോൾ പണിക്കാരൻ തന്നെ വന്നിട്ട് ഇതാ ചിക്കനൊക്കെ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈയും പിന്നെ തക്കാളി ചോറുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് അത് നോക്കിയിട്ട് റെസിപ്പിയൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചിക്കൻ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് പൊരിയണ സൗണ്ട് കേട്ടിട്ട് തന്നെ കൊതി വരുന്നുണ്ടേനു. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, ചോറ് റെഡിയായിക്ക് വേഗം പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ പെയിൻറ്റ് പണിക്കാരനും കൊടുത്തു, ഞങ്ങളും ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മളെ ബാക്കി പണികൾക്ക് വരാം. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ വാൾപേപ്പർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ച് അടിപൊളിയാക്കി എടുത്തു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മേശ? ഒന്നും കൂടി ലുക്കായില്ലേ? നമ്മൾ വീട് പണിക്ക് കൊണ്ടുവന്നീത്ത ബാക്കി പെയിൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ വക കലാപരിപാടികളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഒക്കെ ചെയ്തു വന്നപ്പോൾ പുതിയൊരു മേശ വാങ്ങിച്ച പോലെ ഉണ്ട് അല്ലേ. ആഹാ, പെയിൻ്റ് അടി വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് നല്ല മുടുക്കനായിക്കണല്ലോ. എന്നാൽ പിന്നെ നാളെ തൊട്ട് നമുക്ക് വാൾപേപ്പറൊക്കെ ഒരു തല പറിച്ചു തുടങ്ങാം. ആളിവിടെ വന്ന് ഒന്ന് നോക്കി പോയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ.